I know you are a new assembly and not very much people are gathering. ഇതൊരു പുതിയ അസംബ്ലിയാണ് എന്ന് എനിക്കറിയാം. ഒത്തിരി ആൾക്കാരില്ല എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട്. I sincerely pray that the Lord will bless each one of you and many souls will be added to this assembly. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ധാരാളം പേരെ സഭയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. I sincerely express my thanks for inviting me for this two sessions. എന്നെ ഈ ഒരു അസംബ്ലിയിലേക്ക് ക്ഷണിച്ചതിന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. I came on last 18th and I'll be leaving 19th of this month. ഞാൻ ഈ മാസം 18-ാം തീയതിയാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നത്. 19-ാം തീയതി ആകുമ്പോഴത്തേക്ക് 19th I'll be leaving. 19-ാം തീയതി ആകുമ്പോഴത്തേന് ഞാൻ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. Sometimes remember me also in your prayers. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I firmly believe I was not going abroad these days, but the Lord brought me here with a purpose. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ വിദേശത്തായിട്ട് അധികം പോയിട്ടില്ല. എന്നാലും ദൈവം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You know, I had one son and he went to be with the Lord 2 years back, and after that I haven't traveled much abroad. എനിക്കൊരു മകനുണ്ടായിരുന്നു. ഖത്തറിലേക്ക് മകൻ ചേർക്കപ്പെട്ടു. അതിനുശേഷം ഞാൻ അധികം വിദേശ യാത്രകൾ നടത്തിയിട്ടില്ല. Now we are only two, me and my wife is alone in home. ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഭവനത്തിലുള്ളൂ. But from brothers called me from Manchester. I didn't say no. Okay, I agreed to come for 1 month. സഹോദരന്മാർ മാഞ്ചസ്റ്ററിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. That's a reason, and yesterday also 3 people came to the Lord in that meeting. കഴിഞ്ഞ ഇന്നലത്തെ യോഗത്തിൽ അനേകം പേര് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തു. Even I was so happy to know that even Hindus, they accepted the Lord. എനിക്ക് വളരെ സന്തോഷമുള്ളത് എന്തെന്നാൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നു എന്നുള്ള വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി. On another day, one girl who is studying in 9th standard accepted the Lord in the meeting publicly. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. So that is enough. The Lord brought me with a purpose and he is fulfilling it. ഇതൊക്കെ കേൾക്കുമ്പോൾ അത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കൂടെ ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. So today and tomorrow after the worship I will be leaving. ഞാൻ ഇന്നും നാളത്തെ ആരാധന യോഗത്തിന് ശേഷം ഞാൻ മടങ്ങി പോവുകയായിരിക്കും. Tomorrow another worship I have to take part in Manchester. നാളെ ഒരു യോഗം കൂടെ മാഞ്ചസ്റ്ററിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരിക്കുന്നു. So please remember me in your prayers. നിങ്ങൾ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I was in open and I was in prayer, Lord, what to take on these 2 sessions. ഈ 2 സെക്ഷനുകളിൽ ഞാൻ എന്താണ് എടുക്കേണ്ടത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. Many of you know that I am a prophecy preacher. I preach on prophetical truths. നിങ്ങൾക്ക് അറിയാം ഞാൻ ധാരാളമായിട്ട് പ്രവചനങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. And many of my messages in the YouTube, and many came to the Lord after hearing it. യൂട്യൂബുകളിൽ കൂടെ എൻ്റെ സന്ദേശം കേൾക്കുകയും അനേകം പേര് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയുണ്ടായി. The other day when I was sitting in the assembly, one brother stood up and testified. He came to the Lord through this message in the. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ അവിടുന്ന് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുകയും പറഞ്ഞു, ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ അതിൽ താങ്കളുടെ സന്ദേശങ്ങളൊക്കെയും കേട്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന് ഒരു സാക്ഷ്യം താൻ പറയുകയുണ്ടായി. And many, even in Ireland and other parts of the world, I know people who came to the Lord. അയർലൻഡും മറ്റ് ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ നിന്ന് അനേകം പേര് എൻ്റെ സന്ദേശം കേട്ട് ദൈവത്തെ തൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയുണ്ടായി. And in fact, today morning, in the daytime, I was meditating on another prophetical truth to speak here, but I just set it apart. ഞാൻ ഇവിടെ ഒരു പ്രവചനത്തിനെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ
ഞാൻ പിന്നീട് അത് മാറ്റിവെക്കേണ്ടിയുണ്ടായി. So I thought of taking something beneficial for believers. ഞാൻ എന്തെങ്കിലും വിശ്വാസികൾക്ക് പ്രയോജനമായിട്ട് ആത്മീക വർധനയ്ക്കായിട്ട് ഞാൻ എടുക്കുവാനായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നു. I'm going to take a topic that has really spoken to my own heart. എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. You know, there was a great man. His name is Daniel Webster. ഒരു മഹാനായ വ്യക്തിയുണ്ട്, തൻ്റെ പേര് ഡാനിയൽ വെബ്സ്റ്റർ എന്നാണ്. I am going to take only the necessary things that is needed in these two classes. ഈ രണ്ട് ക്ലാസ്സിൽ വേണ്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് So ആഗ്രഹിക്കുന്നത്. this man was invited to a lunch with some group of young people. കുറെ ചെറുപ്പക്കാരോട് കൂടെ ഈ ഇദ്ദേഹത്തെ ഒരു ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു. And the young people entered into their own conversation. അവിടെയായിട്ട് ഈ യുവാക്കളെല്ലാം അവരുടെ ചില സംസാരങ്ങളിലേക്ക് അവർ പോകുന്നതായിട്ട് കണ്ടു. He was sitting alone. താൻ അവിടെ ഒരു He ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. was writing in his plate with his finger. താൻ തൻ്റെ വിരലുകൊണ്ട് ആ പ്ലേറ്റിൽ എന്തൊക്കെയോ എഴുതുകയുണ്ടായി. And the host who invited him wanted this great man to involve in this conversation. എന്നാൽ തന്നെ ക്ഷണിച്ച ആ വ്യക്തി താൻ ഈ ഒരു സംസാരത്തിലായിട്ട് ഉൾപ്പെടണം എന്ന് താൻ ആഗ്രഹിച്ചു. This man asked him a question. അയാൾ ഈ വ്യക്തി അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. What is the greatest thought that has ever entered into your heart? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. Without any hesitation he replied like this. ഒരു മടിയും കൂടാതെ താൻ അതിന് ഇങ്ങനെയാണ് മറുപടി The പറഞ്ഞത്. greatest thought that ever entered into my heart is that one day I have to give my own account to my God. എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ചിന്ത എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കണക്ക് ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ഉത്തരമായിരുന്നു ഡാനിയൽ വെബ്സ്റ്റർ നൽകിയത്. Let us turn to Ecclesiastes chapter 12. സഭാപ്രസംഗി അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. We are familiar with that passage, but I just want to read in the beginning. അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And we will read verses 13 and 14. സോറി 12-ന്റെ 13-ഉം 14-ഉം വായിക്കാനായിട്ട് Let us hear the conclusion of all matter. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. Fear God and keep his commandment, for this is man's all. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. And next verse, for God will bring every work into judgment, including every secret thing, whether good or evil. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. Same thing is told in chapter 11 verses 9 also. ഇതേ കാര്യമാണ് 11-ന്റെ 9 പറയുന്നത്. Last part of verses 9, but know that all of this God will bring you into judgment. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. God will bring every work, whether it is good or evil, before judgment. ഒരു ന്യായവിസ്താരത്തിന് മുമ്പിലായിട്ട് നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം കൊണ്ടുവരും. We are going to meditate on these two sessions, how our judgment and what are the things that is going to be judged. And many misunderstanding I'll try to clarify. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഈ രണ്ട് ക്ലാസ്സിലായിട്ട് നോക്കാം, എങ്ങനെ ദൈവം സകല കാര്യങ്ങളെയും ന്യായവിസ്താരിക്കുമെന്ന്. Keep it in mind, every person has to give his own account. എല്ലാ വ്യക്തിക്കും തന്റേതായിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. I want to read one more verse in the New Testament from Romans chapter 14. റോമാലേഖനം അതിന്റെ 14-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And verses 12. അതിന്റെ 12-ാമത്തെ വാക്യം. Paul is writing to the Romans that പൗലോസ് റോമർക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Chapter 14 and verses 12. റോമർ 14-ന്റെ 12. So then each of us shall give account of himself to God. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി. Everyone will give his own account to his God. നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിന് ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. We are responsible for our own life. നമ്മളുടെ ജീവിതത്തിന് ഉത്തരവാദികളാണ്. And we are accountable to our God. നമ്മൾ അതേപോലെ തന്നെ ദൈവത്തോടും നമ്മളുടെ ജീവിതത്തിന് ഉത്തരവാദികളാണ്. The Lord has been so gracious to reveal us how that accountability or judgment will take place. ദൈവം നമ്മളോട് വളരെ കരുണയുള്ളവനാണ്. നമ്മൾ എങ്ങനെയാണ് ഈ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്ക് ദൈവത്തോട് കണക്ക് ചോദിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. If you have any doubt on this after even taking
any doubts on this topic, you can ask me. എന്ത് സംശയം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിൽ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. I have wrote actually a book, but it is over. On this topic, there is a book. ഞാനൊരു പുസ്തകം ഈ ഒരു ടോപ്പിക്കിനെ വെച്ച് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. And I am going to take only the necessary things to speak. ഞാൻ ഇതിൽ വേണ്ടിയ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. See, we read in Hebrews chapter 9:27. എബ്രായ ലേഖനം 9:27 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. We know by heart. നമുക്കത് പലവർക്കും അത് കാണാപ്പാടം അറിയാം. Yeah, it is appointed unto God once to die and then judgment. ഒരു പ്രാവശ്യം മരിക്കും, ഒരു പ്രാവശ്യം ന്യായവിധിയും ഉണ്ടാകും. Yeah, after the death there will be judgment. മരണത്തിന് ശേഷം നമുക്കൊരു ന്യായവിധി ഉണ്ടാവും. We cannot change the death, and as it is sure, after death the judgment is also sure. നമുക്ക് നമ്മളുടെ മരണത്തിനെ മാറ്റുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ മരണത്തിന് ശേഷം നമുക്കൊരു ന്യായവിധി ഉണ്ട്. And it is sure. അതൊരു തീർച്ചയായ ഒരു കാര്യമാണ്. And it is an appointment of God. അത് ദൈവം തന്ന ഒരു കാര്യമാണ്. Man cannot change that appointment. അത് മനുഷ്യനാൽ മാറ്റാൻ കഴിയുകയില്ല. We change our appointments with others and all. നമുക്ക് അനേകം അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, എന്നാൽ അതൊക്കെ നാം ചേഞ്ച് ചെയ്യാറുണ്ട്. But not with God. പക്ഷേ ദൈവത്തോട് നമുക്ക് ഒരിക്കലും അത് മാറ്റുവാനായിട്ട് കഴിയുകയില്ല. So one day, that appointment day, we need to meet our God to give this accountability of our life. നമ്മൾക്ക് ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നാം ദൈവത്തോട് അതിന്റെ കണക്കുകൾ ഒക്കെയും നാം ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. As I was looking into this topic, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, and I was able to note from the scripture certain appointments. ഞാൻ ചില അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. All those appointments revealed is in relation to the judgment. എന്നാൽ ഈ അപ്പോയിന്റ്മെന്റുകൾ ഒക്കെയും ദൈവത്തിന്റെ ഒരു ന്യായവിധിക്കായിട്ട് ഒരു സാമ്യമുണ്ട് എന്ന് ഞാൻ കാണുകയുണ്ടായി. We saw Hebrews 9:27. എബ്രായ ലേഖനം 9:27 നാം ചിന്തിക്കുകയുണ്ടായി. Death is appointed. ഡെത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. Second one, after that judgment is appointed. ജഡ്ജ്മെന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. And another thing we will read from Acts chapter 17. അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. There again about the judgment there is another appointment. Another appointment. അടുത്ത ഒരു അപ്പോയിന്റ്മെന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Chapter 17 and verses 31. അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. He has appointed a day on which he will judge the world in righteousness. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നിത്യയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. God has appointed a day for judgment. താൻ ഒരു ദിവസം ന്യായവിധിക്കായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് No നമുക്കറിയാം. one can change that day. ആ നിശ്ചയിച്ച സമയത്തെ ആർക്കും മാറ്റുവാനായിട്ട് Because കഴിയില്ല. it is God's appointment. അത് ദൈവം നിശ്ചയിച്ച സമയമാണ്. You know, death is appointed. ദൈവം നിശ്ചയിച്ച സമയമാണ് മരണം. And judgment is appointed. ന്യായവിധി ദൈവം നിശ്ചയിച്ചതാണ്. And the day of judgment is appointed. ന്യായവിധി ദിവസം വരെയും ദൈവം നിശ്ചയിച്ചതാണ്. And turn with me to Acts chapter 10. അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ verses 42. അതിന്റെ 42-ാമത്തെ വാക്യം. We read here that he is the one ordained by God to be the judge. In other words, the judge is appointed. അവിടെയായിട്ട് ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. Speaking about the Lord Jesus. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ John's പറയുന്നത്. Gospel chapter 5. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം verses 22 and 27. 22-27 വാക്യങ്ങളിൽ There we read the Father will not judge anybody, but all the judgment is given unto his Son. അവിടെയായിട്ട് നമുക്ക് വായിക്കുന്നത് പിതാവ് ഒരിക്കലും ഒരു ന്യായവിധി നടത്തത്തില്ല, എന്നാൽ ന്യായവിധിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും അത് പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. Keep it in mind. ഇത് നമ്മൾക്ക് ഓർമ്മയിലേക്ക് വെക്കാം. Death is appointed. ദൈവം നിശ്ചയിച്ച ഒരു മരണ ദിവസമുണ്ട്. After that judgment is appointed. ന്യായവിധി എന്ന ദിവസമുണ്ട്. And a day is appointed. അതിനുവേണ്ടി ഒരു ദിവസം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. And the judge is appointed. ഒരു ജഡ്ജിനെ അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. And another thing, the standard by which we are going to be judged is also appointed. ആരാണ് നമ്മെ ന്യായം വിധിക്കുവാനുള്ള അതും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യായം വിധിക്കുന്ന തോത് അല്ലെങ്കിൽ standard by which we are going to be judged. ഏത് വിധത്തിലാണ് നമ്മെ ന്യായ വിധിക്കാൻ പോകുന്നത് എന്നുള്ളതും നിശ്ചയിച്ചിരിക്കുന്നു. Turn to John's Gospel chapter 12. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായം verses 48. അതിന്റെ 42-ാമത്തെ വാക്യം. There you read the words that I have spoken you will judge in the last day. ഇവിടെയായിട്ട് പറയുന്ന നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ ന്യായം വിധിക്കും. The Lord will judge
by the word he has spoken to the people. ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളാൽ നിങ്ങളെ ന്യായം വിധിക്കും. Yeah, and I'll show you it from the Old Testament also. ഞാൻ പഴയ നിയമത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ The same thing in the Old Testament. ഇതേ സെയിം കാര്യങ്ങൾ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. Turn to Deuteronomy chapter 18. Deuteronomy chapter 18. ആവർത്തനം പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായം. God is speaking to Moses. അവിടെയായിട്ട് മോശയോട് ദൈവം സംസാരിക്കുന്നത് He is speaking about Jesus Christ. അവിടെയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മോശയോട് ദൈവം പറയുന്നുണ്ട്. Look at verses 18. അതിന്റെ 18-ാമത്തെ I will raise up for them a prophet like you from among their brethren, and will put my word in his mouth, and he shall speak to them all that I command him. And it shall be that whoever will not hear my word which he speaks in my name, I will require it of him. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. അവൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. Next verse. അതിൻ്റെ അടുത്ത വാക്യം. And it shall be that whoever does not hear his word, അവൻ അവൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. Yeah, God will require the words spoken by the Lord. ദൈവം സംസാരിച്ച കാര്യങ്ങളെ അവനിൽ നിന്ന് ദൈവം ചോദിക്കും. So the standard by which we are going to be judged is the word spoken by the Lord. ഏത് വിധത്തിൽ ന്യായീകരിക്കപ്പെടും എന്നുള്ള കാര്യം. Last I will read one more verse. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. When you turn to Psalms സങ്കീർത്തനങ്ങൾ 9, അതിന്റെ 9-ാമത്തെ അധ്യായം, there it is revealed like this. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. Psalms 9 and verses 8. സങ്കീർത്തനം 9-ന്റെ 8-ാമത്തെ വാക്യം. Sorry, verses 7, last part. He has prepared his throne for judgment. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. He has prepared his throne for judgment. ആ ഒരു സിംഹാസനം, തനിക്ക് ന്യായം വിധിക്കുവാനുള്ള സിംഹാസനം വരെ ഒരുക്കിയിരിക്കുന്നു. Let me conclude here. ഇവിടെ ഞാൻ അവസാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. This makes sure about the judgment. ഇത് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം നിശ്ചയിക്കപ്പെടുകയാണ്. Death is appointed. നമുക്ക് വേണ്ടി ഒരു മരണം നിശ്ചയിച്ചിരിക്കുന്നു. After death, judgment is appointed. ന്യായവിധി നിശ്ചയിച്ചിരിക്കുന്നു. And the judge is appointed. അതിനു വേണ്ടിയുള്ള ജഡ്ജിനെ നിശ്ചയിച്ചിരിക്കുന്നു. A day is appointed. അതിനു വേണ്ടിയുള്ള ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. And the standard is appointed. അത് ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതും അത് നിശ്ചയിച്ചിരിക്കുന്നു. And the throne is prepared. അതിനു വേണ്ടിയുള്ള സിംഹാസനം വരെ ഒരുക്കിയിരിക്കുന്നു. The Lord will judge every human being. എല്ലാ മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കും. But not in the same time. പക്ഷേ അത് ഒരേ സമയമായിരിക്കത്തില്ല. But we are going to take only about our judgment. നമ്മളുടെ ന്യായവിധി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. But I want to give you an idea what are these judgments. എന്നാൽ ഒരു ഐഡിയ ഞാൻ തരാം, ഇത് ഈ ന്യായവിധികളൊക്കെ എങ്ങനെയാണെന്ന്. You know, believers will be judged at judgment seat of Christ. Believers. വിശ്വാസികൾ വിസ്തരിക്കപ്പെടും. Turn to 2 Corinthians 5:10. 2 കൊരിന്ത്യർ അതിന്റെ 5:10. There you read like this: we must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. അവനാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായിരിക്കും തീയതല്ലെങ്കിൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. We must all. നാം എല്ലാവരും. Paul is writing not all of you but including himself. അവിടെയായിട്ട് പൗലോസ് പറയുന്ന നിങ്ങൾ മാത്രമല്ല എന്നെ ഉൾപ്പെടെയായിട്ട്, ഞാൻ ഉൾപ്പെടെ ഈ ന്യായവിസ്താരത്തിൽ Even apostles have to give the account of their life. ഞാൻ ഉൾപ്പെടെ അതിനു വേണ്ടി ഒരു കണക്ക് We ബോധിക്കേണ്ടിയിരിക്കുന്നു. must all appear there. നാം എല്ലാവരും അവിടെ But നിൽക്കേണ്ടതായിരിക്കുന്നു. where is the judgment of believers? അവിടെ വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട്. Where is it? അത് എവിടെയാണ്? It is at the judgment seat of Christ. അത് കർത്താവിന്റെ ന്യായസ്ഥാനത്തിന്റെ മുമ്പാകെയാണ്. We will be taken up by rapture. നാം ഇവിടെ നിന്ന് രൂപാന്തരപ്പെടും.
And we will be taken up. അവിടെ നാം ഇവിടെ നിന്ന് മാറ്റപ്പെടും, നാം മുകളിലേക്ക് എടുക്കപ്പെടും. You know, that time our life is going to be examined. ആ സമയത്ത് നമ്മളുടെ ജീവിതം അവിടെ പരിശോധിക്കപ്പെടും. And after that, when we come with the Lord, നാം ദൈവത്തോടു കൂടെ താഴേക്ക് വരുമ്പോൾ then we are rewarded. അവിടെയായിട്ട് നമുക്ക് അനേകം സമ്മാനങ്ങൾ ലഭിക്കും. And we are rewarded. We have reward already when we come back. നമുക്ക് ഓൾറെഡി റിവാർഡുകൾ ഉണ്ട്. That means between the rapture and the glorious appearing, our judgment will take place. എന്നാൽ നമുക്ക് ഇവിടെയായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നാം എടുക്കപ്പെടും, അവിടെയായിട്ട് നാം രൂപാന്തരപ്പെടും. No, there the judgment will take place. അവിടെ നമുക്കൊരു ന്യായവിധി ഉണ്ടാകും എന്ന് നമുക്ക് കാണാം. And that is a believer's judgment. അത് വിശ്വാസികളുടെ ഒരു ന്യായവിധിയാണ്. When the Lord is going to come down, കർത്താവിനോടൊപ്പം കർത്താവ് താഴേക്ക് വരുമ്പോൾ he is going to establish his kingdom here for 1000 years. 1000 ആണ്ടിലേക്ക് തന്റെ രാജ്യത്വത്തിനെ ഇവിടെ സ്ഥാപിക്കും. And all the people living on this earth, എല്ലാ വ്യക്തികളും, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും, keep it in mind, the people who are living, ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾ, they all will not enter. അവര് അവിടേക്ക് പ്രവേശിക്കത്തില്ല. Not all will not enter. എല്ലാവരും അവിടേക്ക് പ്രവേശിക്കത്തില്ല. For them also there is another judgment. അവർക്കും ഒരു ന്യായവിധിയുണ്ട്. Where is it? അതെവിടെയാണ്? Look at Matthew chapter 25. മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാമത്തെ അധ്യായം. Matthew 25 and verses 31 onwards. മത്തായി 25-ന്റെ 31-ാമത്തെ വാക്യം. When the Son of Man comes in his glory and all his holy angels with him, then he will sit on the throne of his glory. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. Look at that. It is not the judgment seat of Christ. ഇത് കർത്താവിന്റെ സിംഹാസനമല്ല. Here it is written, it is throne of glory. ഇവിടെയായിട്ട് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. When is it taking place? ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? When the Son of Man comes in his glory. എല്ലാ തേജസ്സോടും കൂടെ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ, that is a second part of the glorious appearing. ഇത് രണ്ടാമത്തെ ഭാഗമാണ്, തേജസ്സീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ ഭാഗമാണ്. Once we are taken up, we are going to be judged there. നാം ഇവിടെ നിന്ന് എടുക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് ന്യായവിധി ഉണ്ടാവും. Then we are going to come along with the Lord. That is known as a glorious appearing. നാം കർത്താവിനോട് കൂടെ ഇവിടേക്ക് വരുമ്പോൾ അതൊരു തേജസ്സീകരിക്കപ്പെടുന്ന ഒരു രംഗമാണ്. At that time, ആ സമയത്ത് he will sit on the throne of glory. അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. He will gather all the people. അവൻ എല്ലാ മനുഷ്യത്തെയും അവൻ and he will separate them into two. അവരെ രണ്ടായിട്ട് അവൻ ഭാഗിക്കും. as sheep and goat. അവിടെയായിട്ട് ചെമ്മരിയാടുകളും കോലാടുകളുമായിട്ട് വേർതിരിക്കും. sheep will be on the right side. ചെമ്മരിയാടുകൾ വലത്തുഭാഗത്തും and the goat will be on the left side. കോലാടുകൾ ഇടതുഭാഗത്തുമായിട്ട്. and only the people who are on the right side, righteous people, will enter into millennium. വലതുഭാഗത്തായിട്ടുള്ള വിശുദ്ധന്മാർ മാത്രം ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. and those who are on the left, they will go from there itself into eternal fire. എന്നാൽ ഇടതുഭാഗത്തായിട്ടുള്ളവർ അവർ നിത്യമായ നാശത്തിലേക്ക് തന്റെ ജീവിതത്തിനെ നയിക്കും. now 1000 years he will rule here. 1000 ആണ്ട് കാലം the Lord will rule. ദൈവം ഇവിടെ വാഴും. and after 1000 years, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം there will be another judgment. അടുത്ത ഒരു ന്യായവിധിയുണ്ട്. that will be the final judgment. അത് അവസാനത്തെ ന്യായവിധിയാണ്. we read it in Revelation chapter 20. വെളിപ്പാടിന്റെ 20-ാമത്തെ അധ്യായത്തിൽ verses 11 to 15. 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. that is known as the great white throne judgment. അതിനെയാണ് വലിയ വെള്ള സിംഹാസനം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. great white throne judgment. ഏറ്റവും വലിയ വെള്ള സിംഹാസനം. who are standing there? ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്? all those who are dead, that means all sinners. അവിടെയായിട്ട് നമുക്ക് സകല പാപികളും ആ വലിയ വെള്ള സിംഹാസനത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. all the sinners from the beginning of human history, they will rise up and they will be judged here. ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സകല പാപികളും ആ വലിയ വെള്ള സിംഹാസനത്തിന് മുമ്പിലായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. why to have a judgment here? അവർക്ക് എന്തിനാണ് ഈ ന്യായവിധി? because all of them are going to hell.
അവരെല്ലാം നിത്യമായ നരകത്തിലേക്ക് പോവുകയാണ്. Nobody is going to be saved from there. അവിടെ നിന്ന് അവരെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. No, nobody will be saved. ആരും അവരെ രക്ഷിക്കാനായിട്ട് പോവുകയില്ല. Not a single person will be saved from there. അവിടെ നിന്ന് ഒരു വ്യക്തി പോലും Then രക്ഷിക്കപ്പെടുകയില്ല. why this judgment? ഈ ന്യായവിധി എന്തിനാണ്? No, because God is righteous. ദൈവം നീതിമാനാണ്. And even sinners, they will be righteously judged. അവരെ നീതിയോടുകൂടെ ദൈവം ന്യായവിധിക്കും. There are wicked people in this world. ഇവിടെ വളരെ ദുഷ്ടന്മാരുണ്ട്. And there are moral people in this world. എന്നാൽ വളരെ ശുദ്ധിയോടെ ജീവിക്കുന്നവരുമുണ്ട്. ധാർമ്മിക ജീവിതം They നയിക്കുന്നവരുണ്ട്. go to hell because, അവര് നരകത്തിലേക്ക് പോകുന്നത്, look at verse 15. 15-ാമത്തെ വാക്യത്തിൽ, Because their names are not in the book of life. അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. Because even though they are moral people, their names are not in the book of അവര് life. ധാർമ്മികമായ ആൾക്കാരായിരുന്നു, എന്നാൽ പോലും അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ That ഇല്ലായിരുന്നു. means they are not saved. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. They are going to hell because they are not saved. അവര് നരകത്തിലേക്ക് പോകുന്ന കാരണം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. Even the wicked people, their names are not എന്നാൽ there. ദുഷ്ടന്മാരുടെ പേരുകളും ഈ ജീവപുസ്തകത്തിലില്ല. So that is the reason they go to hell. അവര് എന്തും കൊണ്ട് ഈ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. But in verses 12, 12-ാമത്തെ they വാക്യത്തിൽ, will be judged based upon what is written in the book of work. എന്നാൽ അവരുടെ പ്രവർത്തികൾ പുസ്തകത്തിൽ എന്താണ് എഴുതിയിട്ടുള്ള ആ രീതിയിലായിരിക്കും അവരെ ന്യായം വിധിക്കുക. You know, there will be difference in judgment for sinners also. ഇവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന പാപികളുടെ ന്യായവിധിക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. Yes, as there is difference in reward for believers, ദൈവം നമുക്ക് തരുന്ന റിവാർഡുകൾക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. same thing that sinners also will have different kind of judgment in hell. അതുപോലെ തന്നെ പാപികൾക്കും അവർക്ക് കിട്ടുന്ന ആ ന്യായവിധിക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. Look at verses 12. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, And the last part of verse 12. അതിന്റെ അവസാനത്തെ വാക്യം, Dead were judged according to their works by the things which were written in the book. മരിച്ചവർ ആബാലവൃത്ത സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നത് ഒത്തവണ്ണം മരിച്ചവർക്കും അവരുടെ പ്രവർത്തികൾക്ക് കടുത്ത ന്യായവിധി ഉണ്ടായി. So the sinners are going to be judged based on what they are doing. ഇവിടെയായിട്ട് നമുക്ക് കാണാം, പാപികൾ തന്റെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. That means more wicked, you will be more severely judged. ദുഷ്ടത എത്രമാത്രം കൂടുന്നോ അത്രേ അധികമായിട്ട് ന്യായവിധി. I can prove it from the scripture from other parts. ഞാൻ അത് മറ്റു ചില ഭാഗങ്ങളിലായിട്ട് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ പറ്റും, തെളിയിച്ചു തരാം. We don't have time. പക്ഷേ അതിനുവേണ്ടി നമ്മളുടെ സമയമില്ല. Let me remind you once again. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് Every ആഗ്രഹിക്കുന്നു. human being, whether he is saved or not, is accountable to his God. രക്ഷിക്കപ്പെട്ടതും രക്ഷിക്കപ്പെടാത്തതുമായ എല്ലാ വ്യക്തികളും തനിക്ക് ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. Believers, വിശ്വാസികൾ at the judgment seat of Christ. കർത്താവിന്റെ ന്യായസിംഹാസനത്തിന് മുന്നിൽ. The living people, ഇവിടെയായിട്ട് ജീവിച്ചിരിക്കുന്നവര് at the throne of glory. അവിടെയായിട്ട് തേജസ്സിന്റെ സിംഹാസനത്തിൽ. And the sinners, പാപികൾ at the great white throne. വെള്ള സിംഹാസനത്തിന് മുന്നിൽ. These are the three judgments that is revealed to us. ഈ 3 ന്യായപീഠങ്ങൾ നമുക്കായിട്ട് തെളിഞ്ഞിരിക്കുന്നു. Now the rest of the time, അടുത്ത ചില സമയങ്ങൾ we are going to think about the judgment we are going to നമുക്കുണ്ടാകുന്ന ന്യായവിധി എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. And it was a problem when I started to study it. It really confused me. ഞാൻ ഇതിനെക്കുറിച്ച് പഠനം ആരംഭിച്ചപ്പോൾ വളരെ കൺഫ്യൂഷൻ ഉണ്ടായി. Because there is in the scripture it is told that we don't have any more judgment. എന്നാൽ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമുക്കൊരിക്കലും ശിക്ഷാവിധി ഇല്ല. I will not remember your sins anymore. ഞാൻ നിന്റെ പാപങ്ങൾ ഒരിക്കലും ഓർക്കുകയില്ല. So what is this? ഇതെന്താണ്? What is thing? There is no more judgment. Then what is he going to judge on our life? ഒരു ന്യായവിധിയും ഇല്ലാത്ത എനിക്ക് എങ്ങനെ ഒരു ന്യായവിധി ഉണ്ടാവും? And he told that he will not remember any more sins. എന്റെ പാപങ്ങൾ ഒന്നും ഓർക്കുകയില്ല എന്ന് പറഞ്ഞയാൾ എങ്ങനെ എനിക്ക് ന്യായവിധി നൽകും? Then I thought like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, Maybe my sins, all that is forgiven is till I was saved, and whatever I have committed after my salvation, that is going to be judged. ഞാൻ
രക്ഷയിലേക്ക് വരുന്നതിൻ്റെ മുമ്പിലായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെ മറത്തും ബാക്കി ഞാൻ രക്ഷയിലേക്ക് വന്ന ശേഷം ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ന്യായവിധി ഉണ്ടാവും. I thought like that. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. Then I had to check the scripture. ഞാൻ വേദപുസ്തകത്തിലേക്ക് അതിനെക്കുറിച്ച് പരിശോധന So in നടത്തി. order to understand doctrinally it correctly, ഉപദേശപരമായിട്ട് ശരിയായി മനസ്സിലാക്കാൻ വേണ്ടി there I divided it into 3. ഞാൻ 3 ആയിട്ട് ഇതിനെ ഭാഗിച്ചു. So in the life of a believer there is threefold judgment. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു 3 ഭാഗത്തായിട്ട് ന്യായവിധിയുണ്ട്. 3 വിധമായ ന്യായവിധി. There is threefold judgment in the life of every believer. ഒരു 3-4 വിധത്തിലായിട്ട് only 3. 3 വിധത്തിലായിട്ട് ന്യായവിധിയുണ്ട്. First one, ആദ്യത്തേത് past judgment as a sinner. നാം പാപിയായിരിക്കുമ്പോൾ ന്യായവിധി കഴിഞ്ഞുപോയ past judgment as a sinner. കഴിഞ്ഞുപോയ പാപിയായിരിക്കുന്ന ഒരു ന്യായവിധി. There is no more judgment as a sinner for us. നാം പാപി എന്ന നിലയിൽ ഇനി ന്യായവിധിയില്ല. പാപി എന്ന നിലയിൽ നമുക്കൊരു ന്യായവിധിയില്ല. And the second one, രണ്ടാമത്, we are his children. നാം അവന്റെ മക്കളാണ്. So there is a present judgment as a son. ഒരു മകൻ എന്ന രീതിയിൽ ഒരു ന്യായവിധിയുണ്ട്. Bible calls it chastisement. അവിടെയായിട്ട് നമുക്ക് ബാലശിക്ഷ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So there is a judgment in the life of a believer. It is known as chastisement. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചില ന്യായവിധികളുണ്ട്. അതിനെ നാം ബാലശിക്ഷ എന്ന് പറയും. We will look into it. അത് നമുക്ക് കാണാം in the future. അത് നടക്കുവാൻ പോകുന്ന ഒരു സംഭവമാണ്. Now third one, മൂന്നാമതായിട്ടുള്ളത് future judgment as a servant. ഒരു ദാസൻ എന്നുള്ള രീതിയിൽ ഒരു വരുന്ന ഒരു ന്യായവിധിയുണ്ട്. So there is threefold judgment in the life of a believer. 3 ഭാഗമായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ന്യായവിധിയുണ്ട്. One is, ഒന്നാമത് past judgment. കഴിഞ്ഞുപോയ ന്യായവിധി. That is the past judgment as a sinner. അത് കഴിഞ്ഞുപോയ ഒരു ന്യായവിധിയാണ്. അത് നാം പാപിയായിരുന്നപ്പോൾ. So we don't have any more judgment. That is what we read in Romans chapter 8. റോമാലേഖനത്തിൽ ഈ ഒരു കാരണത്താൽ നമുക്ക് ഒരിക്കലും ഒരു ന്യായവിധി ഉണ്ടാകില്ല. And there is no more judgment for those who are in Christ. കർത്താവിൽ വരുന്നവർക്കും ഒരു ന്യായവിധി ഉണ്ടാകുകയില്ല. Yes, we don't have any more judgment. നമുക്കൊരു ന്യായവിധിയില്ല. Because the Lord has laid all our iniquity upon him. നാം ചെയ്ത സകല അതിക്രമങ്ങളെയും ദൈവം പുത്രന്റെ മേൽ ചുമത്തി. Keep it in mind, not the sins I have committed till my salvation. നാം എൻ്റെ രക്ഷയിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള പാപങ്ങളല്ല. All my life God knew in his knowledge. ദൈവത്തിന് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. And when he has laid my iniquity, I was not born, my parents were not born in this world. എൻ്റെ എല്ലാ അതിക്രമങ്ങളും പുത്രന്മേൽ ചുമത്തിയപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ ജനിച്ചിട്ടില്ല. But he knew everything what will happen in my life. എന്നാൽ ദൈവം എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാനുണ്ട് എന്ന് അറിയാമായിരുന്നു. When the Lord chose Peter, പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ he knew that he is going to deny him one day. അവൻ തന്നെ തള്ളിപ്പറയും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. Knowing that only he has chosen Peter. ഇത് അറിഞ്ഞുകൊണ്ടാണ് ദൈവം പത്രോസിനെ തിരഞ്ഞെടുത്തത്. Dear believers, let me remind you, nothing is happening accidentally before God in your life. ഒരു കാര്യവും ദൈവത്തിന്റെ മുന്നിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് നടക്കുകയില്ല. Whatever things are happening in your life, God knew that it will happen. നമ്മളുടെ ജീവിതത്തിലായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം ഇത് ഇങ്ങനെ നടക്കുമെന്ന്. And he knew everything, and for that he has prepared that salvation through the cross. അത് ദൈവത്തിന് അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നടക്കും. അതിനു വേണ്ടി ഒരു രക്ഷയുടെ മാർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. He laid all my iniquity upon him. തന്റെ പുത്രന്റെ മേൽ എന്റെ സകല അതിക്രമങ്ങളും ചുമത്തി. And I don't want to explain it much. ഞാൻ അത് കൂടുതലായിട്ട് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. Leviticus chapter 16 beautifully illustrate that. ലേവ്യ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. And the high priest lays his hand on the goat and confess all the sins they have committed in that year. മഹാപുരോഹിതൻ ആ ആട്ടിൻകുട്ടിയുടെ മേൽ തന്റെ കൈകളെ വെച്ചുകൊണ്ട് സകല പാപവും ചുമത്തുന്ന പോലെ. And he will confess all the sins. അവൻ എല്ലാം ആ പാപങ്ങളൊക്കെ ഏറ്റുപറയും. Then that goat will be taken almost 10 miles away. അത് 10 മൈലുകൾ ദൂരെയായിട്ട് ആ ആടിനെ അവിടുന്ന് എടുക്കപ്പെടും. Then it will be pushed into a cliff, and that goat will not come back. ആ ഒരു വലിയ താഴ്വാരത്തിലേക്ക് ആ ആടിനെ തള്ളിക്കളയും. ആ ആട് ഒരിക്കലും തിരിച്ചു വരികയില്ല. Same way the
Lord carried my sins and your sins on his body, he went to the cross. അതുപോലെ തന്നെ നമ്മൾ എന്റെയും നിന്റെയും പാപങ്ങൾ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിലേക്ക് നടന്നുപോയി. Keep it in mind, it is God who laid that. He knew everything. പക്ഷേ ഇവിടെയാണ് നാം ഓർക്കേണ്ടത്, ദൈവമായിരുന്നു ആ പാപങ്ങളൊക്കെയും ആ പുത്രന്റെ മേൽ ചുമത്തിയത്. He knew everything what will happen in my life. ഞാനും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യത്തിനെ കുറിച്ച് ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു. The remission of my sins is on the cross. ആ എന്റെ ആ പാപത്തിന്റെ മോചനം ആ കാൽവരി ക്രൂശിലുണ്ടായിരുന്നു. Nothing more to do. ഇനിയുമായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. I have committed sins before my salvation or after my salvation. ഞാൻ രക്ഷയിലേക്ക് അനുഭവത്തിൽ വരുന്നതിന്റെ മുമ്പേ ഉള്ള പാപങ്ങളും വന്നതിന് ശേഷമുള്ള പാപങ്ങളും. Do you know when on the cross the last word the Lord uttered is fully paid? ഇവിടെ കർത്താവായ എല്ലാം നിവർത്തിയായി എന്നുള്ള കാര്യമായിരുന്നു കർത്താവ് അവസാനമായിട്ട്. In the Greek language it is tetelestai. Tetelestai. Yeah. It is that Greek word. And it has a meaning in the day in which the Lord was living. ഇതിന് ഒരു അർത്ഥമുണ്ട്. See, the Romans were ruling. റോമർ ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. And if somebody has done some crime, ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ he will be put in the jail. ആ വ്യക്തിയെ ഒരു കാരാഗൃഹത്തിലേക്ക് അടക്കപ്പെടും. But in front of that cell where he is lying, ആ കാരാഗൃഹത്തിന്റെ മുന്നിൽ there will be a scroll lying. ഒരു ചുരുൾ അതിന്റെ മുന്നിൽ കാണും. And his name will be there. അവിടെയായിട്ട് ആ വ്യക്തിയുടെ പേര് കാണും. The crime he has committed. അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കാണും. How long he has to be there. എത്ര കാലം അവൻ ആ തടവിലായിരിക്കുമെന്നും കാണും. For example, he had to be there 2 years. 2 വർഷമുണ്ടെങ്കിൽ when 2 years is over, 2 വർഷം കഴിയുമ്പോൾ the Roman authorities will write across that scroll, it is paid. അവിടെയായിട്ട് റോമർ അതോറിറ്റി അതിനൊരു വെട്ടുക ചെയ്തിട്ട് പറയും ഇത് പൂർത്തിയായി എന്ന്. And they will scroll it and give to this man. അതൊരു ചുരുളായിട്ട് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കും. And he can be free in that country. ആ രാജ്യത്ത് അവന് ഫ്രീ ആയിട്ട് നടക്കാം. He has committed but he has paid it. അവിടെയായിട്ട് താനൊരു തെറ്റ് ചെയ്തു, താൻ തെറ്റിന് അതിന് പേ ഓഫ് ചെയ്തു. And nobody can judge him again. അതിനുവേണ്ടി അവനെ ന്യായം വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. No more judgment for him. അവൻ ഇനിയൊരു ന്യായവിധിയില്ല. Oh, the Lord has written against my name, it is paid. അവിടെയായിട്ട് നാം കാണുവാനായിട്ട് എന്റെ പാപത്തിന് വേണ്ടി ദൈവം അത് പൂർത്തിയായി അല്ലെങ്കിൽ പേ ആയി എന്ന് എഴുതി കഴിഞ്ഞു. No more judgment for us. അതുകൊണ്ട് നമുക്കൊരു ന്യായവിധിയില്ല. Now there comes a question. ഇവിടെയായിട്ടൊരു ചോദ്യമുണ്ട്. If it is so, ഇങ്ങനെയാണെങ്കിൽ I can live in any way after my salvation. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ എനിക്ക് ജീവിച്ചുകൂടെ? But there comes the second judgment. അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ന്യായവിധിയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. The present judgment as a son. അവിടെയായിട്ടൊരു മകൻ എന്ന രീതിയിൽ നമുക്കൊരു ന്യായവിധി ഉണ്ട്. I will give you an example. Illustration. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. See, I have 6 grandchildren. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. And my son is very fond of football. എൻ്റെ മകൻ്റെ മകൻ അവന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. And I told him, don't play football in front of house. വീട്ടിന്റെ ഉള്ളിൽ ഫുട്ബോൾ കളിക്കല്. Because all the windows are all made out of glasses. ഗ്ലാസും കൊണ്ടുണ്ടാക്കിയ വിൻഡോകളാണ്. I know if he plays, he can break it. നീ ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉടഞ്ഞു പോകും. And he told me, well, Daddy, I will not play. അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അകത്ത് കളിക്കുകയില്ല. And when I came back, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ I see the windows, everything broken. ഞാൻ എൻ്റെ വിൻഡോകളൊക്കെയും പൊട്ടിപ്പോയതായിട്ട് ഞാൻ കണ്ടു. I knew that he has played and he has broken it. അവൻ കളിച്ചു, അതുകൊണ്ടാണ് ഈ വിൻഡോ ഉടഞ്ഞു പോയതെന്ന് എനിക്ക് മനസ്സിലായി. I caught hold of him. അവനെ ഞാൻ പിടിച്ചു. I gave him 2 slaps. 2 അടി കൊടുത്തു. Then what did I do? പിന്നെ എന്താണ് ഞാൻ ചെയ്തത്? I called the carpenter. ഞാൻ ഒരു ആശാരിയെ വിളിച്ചു. I paid the money from my pocket and I bought the glasses and repaired everything. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പൈസ ചെലവാക്കി ആ ഗ്ലാസുകളൊക്കെ നന്നാക്കി. Why did I give him slap? ഞാൻ എന്തിനാണ് എൻ്റെ കൊച്ചുമകനെ അടിച്ചത്? Is it to get the money to get it repaired? ആ പൈസ മേടിക്കാൻ വേണ്ടിയായിരുന്നോ? This is what chastisement. ഇതിനെയാണ് നാം ബാലശിക്ഷ എന്ന് പറയുന്നത്. The Lord will not judge sinners like that at this time. ആ സമയത്ത് പാപി at this time. ഇപ്പോൾ ഒരിക്കലും പാപികളെ ദൈവം ന്യായം വിധിക്കുകയില്ല. Because for them a day is fixed.
അതിനുവേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. But for believers, since there is no more judgment, എന്നാൽ വിശ്വാസികളെ വെച്ച് അവർക്ക് ഒരിക്കലും ഒരു ന്യായവിധി ഇല്ലായത്. the judgment, what they are getting is the chastisement എന്നാൽ today. ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെയും നമുക്ക് ബാലശിക്ഷയാണ്. And scripture is very clear and teaches us very clearly about this വിശുദ്ധ വേദപുസ്തകം chastisement. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ബാലശിക്ഷയെക്കുറിച്ച്. And I wanted to take little bit, on this. അതിന്റെ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ബോധിപ്പിക്കുവാൻ If ആഗ്രഹിക്കുന്നു. I take the full thing, the whole time will take. ഞാൻ അത് മൊത്തം എടുക്കുകയാണെങ്കിൽ സമയം വളരെ മുന്നോട്ട് പോകും. Turn with me to Hebrews chapter 12. എബ്രായ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം. Hebrews chapter 12. എബ്രായർ 12. This is a passage speaking about this chastisement. ഇത് ബാലശിക്ഷയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. And we will read chapter 12 of Hebrews, and you look at verses 5 onwards. അതിന്റെ 5-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ചിന്തിക്കാം. And you have forgotten the exhortation which speaks to you as to sons. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. For whom the Lord loves, he chastens and scourges every son whom he receives. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. Look at verse 7. അതിന്റെ 7-ാമത്തെ വാക്യം. If you endure chastening, God deals with you as sons. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കള് എന്ന പോലെ നിങ്ങളോട് പെരുമാറും. For one son is there whom the father does not അപ്പൻ chasten. ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? Now look at verse 8. അതിന്റെ 8-ാമത്തെ വാക്യം. If you are without chastening, of which all have become partakers, then you are illegitimate and not sons. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാർ അത്രേ. Have you noted it? നിങ്ങൾ ഇത് രേഖപ്പെടുത്തിയോ? If you are in the church, നിങ്ങൾ ഈ സഭയിലായിരിക്കുമ്പോൾ you may be breaking the bread, നിങ്ങൾ അപ്പം and മുറിക്കുന്നവരായിരിക്കാം. you are continuing in sin. എന്നാലും നിങ്ങൾ പാപത്തിൽ And if തുടർന്നവരായിരിക്കാം. the Lord is not dealing with you, ദൈവം അതിന് തക്കവണ്ണം നിങ്ങളോട് പെരുമാറുന്നില്ലെങ്കിൽ Scripture says you are not his sons, you are illegitimate. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോട് അപ്പൻ അങ്ങനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. what is that meaning? അതിന്റെ Illegal. അർത്ഥം എങ്ങനെയാണ്? I will illustrate it from another passage. ഞാൻ വേറെ ഒരു വാക്യത്തിലായിട്ട് അത് നിങ്ങളോട് പറഞ്ഞുതരാം. Israel history almost 4,000 years. ഇസ്രായേലിന്റെ ചരിത്രം 4000 വർഷത്തിന്റെ, And almost 2,600 years. 2,600 years. 2600 വർഷങ്ങൾ They were either exile or they were ruled by others. അവര് പ്രവാസ ജീവിതത്തിലായിരുന്നു, അവരെ മറ്റുള്ളവരാണ് ഭരിച്ചിട്ടുള്ളത്. Why? എന്തുകൊണ്ട്? We read in Exodus chapter 4. അതിനെക്കുറിച്ച് നമുക്ക് പുറപ്പാടിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നാം And വായിക്കുന്നുണ്ട്. verses 22. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ God says, Israel is my son. അവിടെയായിട്ട് ദൈവം പറയുന്നത്, ഇസ്രായേൽ നീ എന്റെ മകനായിരുന്നു. If you are sons, then chastisement. എന്നാൽ മകൻ എന്നാൽ ബാലശിക്ഷയുണ്ട്. If you are illegitimate, no chastisement. കൗലടയന്മാർ എങ്കിലോ നിങ്ങൾക്ക് ബാലശിക്ഷയില്ല. I'm going to take an illustration of an illegitimate son from Jeremiah chapter 14. യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു കൗലടയനെ കാണിക്കാം. Look at Jeremiah chapter 48. യെരമ്യാവിന്റെ 48-ാമത്തെ അധ്യായം and verses 11. അതിന്റെ 11-ാമത്തെ The വാക്യം. Lord is speaking about Moab. അവിടെയായിട്ട് മോവാബിനെ കുറിച്ച് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്. Who is Moab? മോവാബ് ആരാണ്? Do you know Moab and Ammonites, they were born illegally to the daughters of Lot. ലോത്തിന് ജനിച്ച 2 മക്കളാണ് മോവാബികരും അമോണിയരും. Born in his daughters. ലോത്തിന്റെ മക്കളിലൂടെ ജനിച്ചതാണ്. They are illegitimate. അവര് കൗലടയന്മാരാണ്. They are not real children, they are illegitimate children. അവര് കൗലടയന്മാരായ പുത്രന്മാരാണ്. Look at here, their God is not dealing with them. അവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് അവരെ ദൈവം അവർക്ക് തക്കവണ്ണം പ്രവർത്തിക്കുന്നില്ല. Look at verse 11. അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ, Moab has been at ease from his youth, he has settled on his drugs and has not been emptied from vessel to vessel, nor have he gone into captivity. Therefore his sin remained in him and his sin has not changed. മോവാബ് ബാല്യം മുതൽ ശൈര്യം മട്ടിനു മീതെ തെളിഞ്ഞു നിന്നു, അവനെ പാത്രത്തിൽ നിന്ന്
പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു. The Lord is not dealing with Moab. അവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് മോവാബിനോട് ദൈവം അവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്നില്ല. No, he is not disturbing Moab. അവൻ ദൈവത്തിന് മോവാബിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കുന്നില്ല. Moab has done more sins than Israel. ഇസ്രായേലിനേക്കാളും കൂടുതൽ പാപം ചെയ്ത മോവാബുകളാണ്. But why God is not dealing? എന്നാൽ ദൈവം എന്തുകൊണ്ട് അവർക്ക് തക്കവണ്ണം പ്രവർത്തിക്കുന്നില്ല? Why God is dealing with Israel only? എന്നാൽ ഇസ്രായേലിനോട് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നു? Israel is my son. കാരണം ഇസ്രായേൽ ദൈവത്തിന്റെ മകനാണ്. Moab is an illegitimate. എന്നാൽ മോവാബ് ഒരു കപടകടയനാണ്. We read in Hebrews. എന്നാൽ എബ്രായ ലേഖനത്തിൽ We read in 12 and verses 8. അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Yes. If you are children, there will be chastisement. നിങ്ങൾ മക്കളെങ്കിൽ ബാലശിക്ഷ ഉണ്ടാവും. Otherwise you are not his children. അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ മക്കളല്ല. So keep it in mind. We believers have chastisement. ഇത് നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. നാം വിശ്വാസികളെങ്കിൽ നമുക്ക് ബാലശിക്ഷയുണ്ട്. But God is not waiting there to just hit us. Something goes wrong. എന്നാൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനുമായിട്ട് ദൈവം ഒരിക്കലും നമ്മളെ അടിക്കുന്നില്ല. He is not waiting there, giving us hit, something going wrong. No. ഇവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് ചില കാര്യങ്ങൾ നടക്കാതെ വരും. No. When something goes wrong, എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ the Lord is not waiting just to hit us. ദൈവം നമ്മെ അടിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. Do you know when is going to deal with us in chastisement? എപ്പോഴാണ് ദൈവം നമ്മളെ ബാലശിക്ഷയിൽ കൂടെ പെരുമാറുന്നത്? I'll show you too from the book of Jeremiah itself. യെരമ്യാവിന്റെ പുസ്തകം. Look at chapter 2. അതിന്റെ 2-ാമത്തെ അധ്യായം. Jeremiah chapter 2. Yeah, verses 35. യെരമ്യ 2:35. You say, because I am innocent, surely his anger shall turn from. Behold, I will plead my case against you because you say, I have not sinned. നീയോ ഞാൻ കുറ്റമില്ലാത്തവൻ, അവന്റെ കോപം എന്നെ വിട്ടുമാറുകയിരിക്കുന്നു, സത്യം എന്ന് പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. When is God is going to deal with us? എപ്പോഴാണ് ദൈവം നമ്മളോട് വ്യവഹരിക്കുന്നത്? When we are going to justify ourselves. നാം അതിനു വേണ്ടി നമ്മെ തന്നെ അതിന് നീതീകരിക്കുമ്പോൾ. Look at chapter 3. 3-ാമത്തെ അധ്യായം, യെരമ്യാവിന്റെ 3-ാമത്തെ അധ്യായം, verses 13. അതിന്റെ 13-ാമത്തെ വാക്യം. Only acknowledge your iniquity. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്ത് only acknowledge your offense. നിന്റെ അതിക്രമം സമ്മതിക്കുക മാത്രം. നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. All what God wanted is acknowledge your offense. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രം സമ്മതിക്കുക. That's all God is waiting. അത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. The Lord sent prophets to Israel. ദൈവം അനേകം പ്രവാചകരെ ഇസ്രായേലിലേക്ക് വിട്ടു. In order to convince them. അവരെ മനസ്സിലാക്കിപ്പിക്കുവാൻ. But they told, we are innocent, we have not done anything wrong. അവര് മറുത്തു പറഞ്ഞ് ഞങ്ങൾ വളരെ innocent ആണ്, ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. Then the Lord will deal with them. അപ്പോഴാണ് ദൈവം അവരോട് പ്രവർത്തിച്ചത്. See, something goes wrong in our life. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലായിട്ട് തെറ്റ് നടക്കുമ്പോൾ, we read in 1 John 1 യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, chapter 1 8 and 9, 8ഉം 9ഉം വാക്യത്തിൽ, if you confess, നീ ഏറ്റുപറയുകയാണെങ്കിൽ, it's a conditional, അതൊരു കണ്ടീഷനാണ്. if you confess, നീ ഏറ്റുപറയുന്നുവെങ്കിൽ, I will forgive. ഞാൻ ക്ഷമിക്കും. If you confess, I will forgive and I will cleanse you. നീ എന്നോട് ഏറ്റുപറയുന്നുവെങ്കിൽ ഞാൻ അത് ക്ഷമിക്കുകയും ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും. Yeah, my little granddaughter was playing outside in the. എൻ്റെ കൊച്ചുമകൾ വീടിന്റെ വെളിയിൽ കളിക്കുകയുണ്ടായി. I told her, don't play because it is raining and all full of mud. അവിടെ മൊത്തം ചെളിയാണ്, നീ കളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. She told, I will not play. അവൾ പറഞ്ഞു, ഞാൻ കളിക്കുകയില്ല. After some time I saw her in the mud. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ചെളിയിൽ കണ്ടു. And I caught hold of her to give slap. ഞാൻ അവളെ അടിക്കുവാനായിട്ട് ഒരുങ്ങി. She cried. അവൾ കരഞ്ഞു. Velli daddy, don't hit me. വലിയപ്പ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞു. So I was pity to her. എനിക്ക് അവളോട് കരുണയുണ്ടായി. I didn't hit her. ഞാൻ അവളെ അടിച്ചില്ല. Little girl. ചെറിയ പെൺകുട്ടി. Then I took her to the pipe. ഞാൻ അവളെ ഒരു പൈപ്പിൻ ചോട്ടിലേക്ക് കൊണ്ടുപോയി. I washed all the dirt.
അവളുടെ ചെളിയൊക്കെയും ഞാൻ കഴുകിക്കളഞ്ഞു. This is exactly what God says. ദൈവം നമ്മളോട് ചെയ്യുന്നതും അതുപോലെയാണ്. If you confess, നീ ഏറ്റുപറയുന്നുവെങ്കിൽ I will forgive ഞാൻ ക്ഷമിക്കും, and I will cleanse you. ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. All what God wants is our confession. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു ഏറ്റുപറച്ചിലാണ്. If you have to confess, we need that conviction. ഞാൻ കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Israel didn't have that. ഇസ്രായേലിന് ഒരിക്കലും ആ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. Since you say you have not sinned, I will deal with you. നീ ആ കുറ്റബോധം, നീ ഒരിക്കലും ആ കുറ്റം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതുപോലെ നിന്നോട് പ്രവർത്തിക്കും. Then comes the chastisement. അപ്പോഴാണ് അവിടെ ബാലശിക്ഷ വരുന്നത്. Turn to 1 Corinthians chapter 11. 1 കൊരിന്ത്യർ 11 അധ്യായം. 1 Corinthians chapter 11. 1 കൊരിന്ത്യർ 11 verses 31 and 32. 31 32. If we would judge ourselves, we will not be judged. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം, verse 31 and 32. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. Verse 32. 32. When we are judged, we are chastened by the Lord, that we may not be condemned with the world. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. The Lord is telling like this. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, Judge yourself. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കണം. You say that you have sinned. നിങ്ങൾ പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ You ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. put your finger there and confess to God. God, I am sorry, I have done it. നിങ്ങളുടെ വിരലുകളെ അവിടെ വെച്ചുകൊണ്ട് ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് ഏറ്റുപറയണം. He promised us He will forgive. അവൻ നമ്മളോട് ക്ഷമിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. And He will forgive and He will cleanse us. അവൻ നമ്മെ ആ കുറ്റത്തിന് നമ്മെ ക്ഷമിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. If not, അങ്ങനെ അല്ലെങ്കിൽ, here it is written, ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, then comes the chastisement. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ബാലശിക്ഷ കഴിക്കുന്നു. Yes, we have to be very careful. വളരെ ശ്രദ്ധയോടെ ഇത് നോക്കേണ്ട കാര്യം. See, I made a study what happens after something goes wrong in our life. എന്തെങ്കിലും തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിലായിട്ട് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Usually സാധാരണ we will blame somebody. ആരെങ്കിലും പഴിയാറും. Look at the Garden of Eden. ഏദൻ തോട്ടത്തിൽ The Lord came to Adam. ദൈവം ആദാമിന്റെ അടുത്ത് ചെന്നു. Did you eat from this tree? നീ ഈ വൃക്ഷത്തിൽ നിന്ന് പഴം കഴിച്ചോ എന്ന് She ചോദിച്ചപ്പോൾ, told the woman whom you gave to be with me, she brought and I ate. അവൻ പറഞ്ഞത് ആ സ്ത്രീ എനിക്ക് ആ പഴം നൽകി എന്നാണ്. And he told the woman you gave to be with me, എന്നോട് കൂടെ ഇരിക്കാൻ നൽകിയ സ്ത്രീ അത് കൊണ്ട് തന്നു. In a way, he was blaming God because he is the one who brought her to him. ഇവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് ആദാം ദൈവത്തോട് പഴിയാറുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. And God turned to Eve and asked, did you do this? അപ്പോൾ ദൈവം ഹവ്വയോട് ചോദിച്ച, നീ ഇത് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ, She told, Satan has deceived me. അവിടെയായിട്ട് പറഞ്ഞ സാത്താൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. Blaming someone. പഴി ചാർത്തുന്നതായിട്ട് നമുക്ക് This കാണുവാനായിട്ട് is exactly what happens even today. ഇന്നും നടക്കുന്നത് ഇത് തന്നെയാണ്, പഴി ചാർത്തുകയാണ്. Something goes wrong, we will try to blame some others. എന്തെങ്കിലും കാര്യങ്ങൾ നാം തെറ്റ് ചെയ്യുമ്പോൾ നാം ആ പഴി വേറെ ആരുടെയും മണ്ടയിലാണ്. Or we will try to bring some excuse. അല്ലെങ്കിൽ ചില കാരണങ്ങൾ നമ്മൾ അതിന്റെ മുന്നിലായിട്ട് വെക്കും. Yes, ഒഴികഴിവ്. We will try to bring some ഒഴികഴിവ്. Excuse. No problem. We will you tell in English. We will try to bring some excuse. ചില എക്സ്ക്യൂസുകൾ നാം മുന്നിലായിട്ട് കൊണ്ടുവരും. This is what happened when Saul spared all the animals. അവിടെയായിട്ട് നമുക്ക് കാണുവാൻ ശൗൽ എല്ലാ മൃഗങ്ങളെയും spare ചെയ്തു, കൊല്ലാതെ വിട്ടപ്പോൾ God told to annihilate every animal. അവിടെയായിട്ട് ദൈവം ശൗലിനോട് പറഞ്ഞത് എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നായിരുന്നു. But Samuel heard the bleating of the cows and all. എന്നാൽ ശമൂവേൽ ചില ആടുകളുടെയും ചില പശുക്കളുടെയും ശബ്ദം കേട്ടു. What is this? ഇത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, Your people has kept the best of it to give to your God. Some excuse. അവിടെയായിട്ട് ശൗൽ പറയുന്ന ഒരു എക്സ്ക്യൂസ്, നിന്റെ ജനം ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ള നല്ലതിനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. God is not pleased in it. അതിന്റെ അകത്തിൽ ദൈവം യാതൊരു പ്രസാദവും കണ്ടില്ല. There is another way. അടുത്തതായിട്ട് We will try to cover up. ചില കാര്യങ്ങൾ നാം കവറപ്പ് ചെയ്യാനായിട്ട് നോക്കും. Proverbs 28 and verse 13. സദൃശവാക്യങ്ങൾ 28:13. He that covereth sin shall not prosper. He that covereth sin shall not prosper. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരില്ല.
Yes, we will try to cover it up. നാം അതിനെ മൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Fourth one, നാലാമതായിട്ടുള്ളത് either confess or God's judgment. നാലാമതായിട്ടുള്ളത് ഒന്നെങ്കിൽ സമ്മതിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി. That is chastisement. അത് ഒരു ബാലശിക്ഷയാണ്. You know, what is this chastisement? ഈ ബാലശിക്ഷ എന്ന് പറഞ്ഞ എന്താണ്? It is actually, it has come from the word chaste. Nirmala. ഇത് നിർമ്മല എന്നുള്ള വാക്കാണ്. We know from the scriptures, chaste virgin. Nirmala. നിർമ്മലമായ കന്യക എന്നുള്ള കാര്യം നമുക്കറിയാം. It is from the same word, this chastisement. ഇതേ സെയിം വാക്കാണ് chastisement. You know, in order to make us pure in our soul and body, നമ്മെ നമ്മളുടെ ദേഹിയിലും ആത്മാവിലും ശുദ്ധീകരിക്കേണ്ടതിന് God deals with us. ദൈവം നമ്മളോട് പെരുമാറുന്നു. But keep it in mind, നാം ഓർക്കേണ്ടത്, we should not judge others. എന്നാൽ നാം ആരെയും ന്യായം വിധിക്കരുത്. Scripture teaches us what are the judgments, chastisements. ദൈവം വിശുദ്ധ വേദപുസ്തകം അനേകം ബാലശിക്ഷകളെ കുറിച്ച് പറയുന്നു. Look at 1 Corinthians 1 കൊരിന്ത്യർ 11 അധ്യായം chapter 11 and verses 30. അതിന്റെ 13 വാക്യം. For this reason, look at that, there is a reason. For this reason many are weak and sick among you and many sleep. നിങ്ങൾ തന്നെ വിധിക്കുവാൻ verses 30. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. For this reason, ഈ കാരണത്താൽ, there is a reason for this sickness. ഈ രോഗങ്ങൾക്ക് ഒരു കാരണമുണ്ട്. All the sickness are not by chastisement. എല്ലാ രോഗങ്ങളും ബാലശിക്ഷ മൂലമല്ല. You know, there was a man born blind. You read about him in John's Gospel chapter 9. യോഹന്നാന്റെ സുവിശേഷത്തിൽ കുരുടനായിട്ട് ജനിച്ചവനെ കുറിച്ച് നാം കാണും. The Lord himself told he nor his parents have not sinned. ദൈവം തന്നെ, കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നത്, ഇവനോ ഇവന്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടില്ല. It is not because of sin that he has become blind. അവന്റെ പാപം കൊണ്ടല്ല അവൻ കുരുടനായിട്ട് ജനിച്ചത്. But when you go to John's Gospel chapter 5, എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ look at verses 14. അതിന്റെ 14-ാമത്തെ വാക്യം. A man is lying at the pool of Bethesda for 38 years. ബെഥസ്ദയുടെ കുളക്കരയിലായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ 38 വർഷമായിട്ട് അവൻ അവിടെയാണ്. Sin no more that the worst will come upon you. എന്തെങ്കിലും sin no more. പാപം ചെയ്യാതെ ഇരിക്കലും, അല്ലെങ്കിൽ ഇതിലും അധികം മോശമായത് നിനക്ക് വരും. ഇതിൽ അധികമായ കാര്യങ്ങൾ നിനക്ക് വരാതിരിക്കേണ്ടത് നീ ഒരിക്കലും പാപം ചെയ്യരുത്. And it is written and it is clear from there, he is lying there because of sin. അവിടെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്, അവന്റെ പാപം മൂലമാണ് അവൻ അവിടെ കിടക്കുന്നത്. But the blind man not because of sin. എന്നാൽ ആ കുരുടനായിട്ട് ജനിച്ചവൻ യാതൊരു പാപം ചെയ്തിട്ടില്ല. You know, sickness can come because of chastisement. രോഗങ്ങൾ ബാലശിക്ഷ മൂലമായിട്ട് നമുക്ക് രോഗങ്ങൾ വരാം. But all sickness are not chastisement. എന്നാൽ എല്ലാ രോഗങ്ങളും ബാലശിക്ഷ മൂലമല്ല. You read in James chapter 5, യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 14 to 16, അതിന്റെ 14 16 ആയിട്ടുള്ള വാക്യങ്ങൾ. You know, if anybody is sick in the assembly, ആരെങ്കിലും സഹോദരന്മാര് രോഗികളാണെങ്കിൽ call the elders, മൂപ്പന്മാരെ വിളിക്കുക, anoint the oil, തൈലം ഒഴിക്കുക, pray for him, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, confess your sins one another. അവിടെയായിട്ട് തമ്മിലായിട്ട് പാപങ്ങളെ ഏറ്റുപറയുക. The Lord will forgive it and ദൈവം heal you, തീർച്ചയായിട്ടും ക്ഷമിക്കും, and he'll heal you. അവൻ സൗഖ്യപ്പെടുത്തും. So there is healing because of confession and prayer. അവിടെയായിട്ട് സൗഖ്യം കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും, ഏറ്റുപറച്ചിലും പ്രാർത്ഥന മൂലം. The Lord can deal in many ways. ദൈവം പല രീതിയിലായിട്ട് പ്രവർത്തിക്കാം. I will show you a beautiful passage in Amos chapter 4. ആമോസിന്റെ അധ്യായം chapter 4, അതിന്റെ 4-ാം അധ്യായം. We are not going into very detail. I can go into detail, but in order to give you an idea, I am taking ഒരു ഐഡിയക്കാണ്. Amos chapter 4, ആമോസിന്റെ ലേഖനം 4-ാം അധ്യായം. from verses 6 onwards you read,
അതിന്റെ 6-ാമത്തെ വാക്യം തൊട്ട് You read, the Lord is dealing with Israel in many ways. ഇവിടെയായിട്ട് ദൈവം ഇസ്രായേലിനോട് പല രീതിയിലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Only read the passage I am telling because of lack of time. സമയത്തിന്റെ കുറവുണ്ട്. Look at verse 6. അതിന്റെ 6-ാമത്തെ വാക്യം, Last part of verse 6. അതിന്റെ അവസാനത്തെ Yet you have not turned to me. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. You are using very small letter. See, I use 2 Bible because I wanted to read properly. So I carry an English Bible, I carry a Malayalam Bible with me. If the letters are very small, it will be difficult to read. Look at verses 6, last part. Yet you have not turned to me. ഇതിന്റെ 6-ന്റെ അവസാനമായിട്ട് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. Verses 8, last part. Yet you have not turned to me. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. Verses 10, last part. അതിന്റെ 10-ന്റെ അവസാനം, Yet you have not turned to me. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. Verses 11, last part. 11-ന്റെ അവസാനം, Yet you have not turned to me. നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. You can read that passage in home. ഇത് നമുക്ക് വീട്ടിലേക്ക് പോയി വായിക്കുന്നതാണ്. God was dealing in different way. ദൈവം നമ്മളോട് പല രീതിയിലായിട്ട് Now, പ്രവർത്തിക്കുന്നു. with the Israelites, God was dealing in different way in order to bring them back. ഇസ്രായേലിനോട് ദൈവം പല രീതിയിലായിട്ട് പ്രവർത്തിച്ചു, കാരണമെന്നാൽ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട്. Yet they were not coming back. എന്നിട്ടും അവർ വരുന്നില്ല. Even some death has taken place. ചില മരണങ്ങൾ നടന്നിട്ട് പോലും അവർ തിരികെ Yet they are not turning back. എന്നിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല. Ultimately, അവസാനം a believer, ഒരു വിശ്വാസി, it can happen a premature death. Premature death. മുമ്പേ ഉള്ള മരണം സംഭവിക്കാം. മുമ്പേ ഉള്ള ഒരു മരണം സംഭവിക്കാം. I went into little detail because of my son's death. എൻ്റെ മകന്റെ മരണത്തോട് വെച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And I went into little detail in the scripture. ആ ഒരു കാരണത്തോടാണ് ഞാൻ കുറച്ചുകൂടെ അകത്തേക്ക്. I was pondering from scripture what happened, why God called him. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലായിട്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ദൈവം അവനെ വിളിച്ചു എന്ന്. And one thing I knew, if it is chastisement itself, ഇതൊരു ബാലശിക്ഷയെങ്കിൽ definitely it is a hand of God and he is a believer. If he is a sinner, God will not deal with him. അവനൊരു പാപിയായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവം അവനോട് പ്രവർത്തിക്കുകയില്ല. പക്ഷെ അവനൊരു വിശ്വാസിയാണ്. I cannot judge it because when I looked into the scripture, something spoken to me. ഞാൻ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. For example, the Lord has chosen 12 apostles. 12 അപ്പോസ്തലരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. Judas has gone. ജൂദാസ് Remaining only 11 people. 11 പേരേ ഉള്ളൂ. And the church foundation is by these people. എന്നാൽ സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ 11 അപ്പോസ്തലന്മാരെ. They are so precious. അവരെത്രമാത്രം അമൂല്യമാണ്. 3.5 years the Lord trained them in order to become apostles, to lay the foundation. അവിടെയായിട്ട് 3.5 വർഷക്കാലം ദൈവം അവരെ വളരെയായിട്ട് ട്രെയിൻ ചെയ്ത് അവരെ അതിനെ ആ ഒരു സഭയുടെ അടിത്തറകളാക്കി. Yet out of this 11, ഈ 11 പേരിൽ Jacob was killed by sword. അവിടെയായിട്ട് യാക്കോബ് വാളാൽ കൊല്ലപ്പെട്ടു. Stephen was stoned and killed. സ്റ്റീഫൻ കല്ലേറിൽ അകപ്പെട്ടു. Then they caught Peter to be killed. പീറ്ററിനെ അവർ പിടിച്ചു. But the Lord delivered Peter. എന്നാൽ പീറ്ററിനെ ദൈവം രക്ഷിച്ചു. But not Jacob and Stephen. എന്നാൽ യാക്കോബിനെയോ സ്തേഫാനോസിനെയോ ഒരിക്കലും ദൈവം വിടുവിച്ചില്ല. Why? എന്തും കൊണ്ട്? They are so precious. കാരണം അവർ വളരെ അമൂല്യമാണ്. Why they died? Is it because of their failures? അവരുടെ പരാജയം മൂലമാണോ അവർ മരണപ്പെട്ടത്? No, when we go to heaven, we should ask the Lord, why is this reason? നാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെടുമ്പോൾ ദൈവത്തോട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. We don't have the answer here. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഉത്തരമില്ല. But I saw one verse in I had to preach in a funeral service, from Kuwait, one girl, only 13 years. 13 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ
ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പ്രസംഗിക്കുകയുണ്ടായി. I was in Pathanamthitta area at that time. They told me, "Be wait for this funeral. You go after that." പത്തനംതിട്ട ഏരിയയിൽ ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം You സഹോദരൻ can imagine the feelings of that parents. ആ മാതാപിതാക്കളിൽ കൂടെ കടന്നു പോകുന്ന അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. I had to preach to them. എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വന്നു. Something to comfort them. എന്തെങ്കിലും ഒരു കാര്യം അവരെ ആശ്വസിപ്പിക്കാൻ. One thing I took from Isaiah 57. ഐശയ്യായുടെ പുസ്തകത്തിന്റെ 57-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാനൊരു വാക്യം എടുത്തു. Isaiah 57 and verses 1. ഐശയ്യ 57-ന്റെ 1-ാമത്തെ വാക്യം. The righteous perishes, no man take it to heart. Merciful men are taken away, while no one considers that the righteous is taken away away from evil. Have you noted that? Yes. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. The righteous is taken away before some evil. നീതിമാന്മാർ. The Lord calls certain people because He knows the full life, and some terrible evil things can happen to them, and the Lord calls His people, enough, you come back. ദൈവത്തിന് ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവൻ അറിയാം. ചില മോശമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ദൈവം ആ വ്യക്തിയെ അവിടെ നിന്ന് വിളിക്കും. He is calling because he is righteous. അവൻ നീതിമാനായതുകൊണ്ടാണ് ദൈവം വിളിക്കുന്നത്. So we cannot judge anybody. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ന്യായം വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. Look at Jacob is slain by the sword, and Stephen was stoned to death. യാക്കോബ് വാളാലും എന്നാൽ സ്തെഫാനോസ് കല്ലാലും കൊല്ലപ്പെട്ടപ്പോൾ. But we read in 1 Corinthians 11:30. 1 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു. 11:30. 11-ന്റെ 30-ാമത്തെ. For this cause some are asleep. ഈ കാരണത്താൽ ചിലർ നിദ്രയിലായിരിക്കുന്നു. That is about death. അത് മരണത്തെ കുറിച്ചാണ്. Now, when we go to heaven, we will see many believers there without fulfilling their whole life. നാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അനേകം വിശ്വാസികൾ അവരുടെ ജീവിതകാലം പൂർത്തീകരിക്കാത്ത വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. I will show you one person, you will be scared. ഒരു വ്യക്തിയെ ഞാൻ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Do you know Moses, what happened to him? മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? Turn with me to Exodus. പുറപ്പാടിന്റെ പുസ്തകം. He was leading the people from Egypt. താൻ മിസ്രൈമിൽ നിന്ന് ആ ജനത്തെ കൊണ്ടുപോവുകയായിരുന്നു. Except Caleb and Joshua, none has entered into promised land. കാലേബും യോശുവയും അല്ലാതെ വേറെ ആരും ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായില്ല. What about Moses, who was leading them? എന്നാൽ എന്തുകൊണ്ട് മോശ? He also became just like whom he was leading. അവൻ ആ ജനത്തെ പോലെ തന്നെ മോശയുമായി തീർന്നു. He was pleading with God. ദൈവത്തോട് വളരെ അപേക്ഷിച്ചു. Cried to God. ദൈവത്തോട് വളരെ കരഞ്ഞു. This man was walking in the desert 40 years in order to enter there. 40 വർഷക്കാലം ആ മരുഭൂമിയിൽ ആ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാനായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. At last he cried, Lord, show me that place. അവസാനം താൻ ദൈവത്തോട് കരഞ്ഞു, എന്നെ ആ സ്ഥലം കാണിക്കുക. He called him into Mount of Nebo. മൗണ്ട് നെബോയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. And the Lord showed him the promised land. ആ വാഗ്ദത്ത നാട് അവനെ കാണിച്ചു. The Lord got angry and told, don't ask me again. വീണ്ടും എന്നോട് ചോദിക്കല്ലേ എന്ന് വളരെ ദേഷ്യപ്പെട്ടു. He showed the promised land. അവൻ ആ വാഗ്ദത്ത നാട് കാണിച്ചു. I stood there where Moses stood and I saw the promised land. ആ മോശ നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ നിന്നുകൊണ്ട് ആ വാഗ്ദത്ത നാട് കണ്ടു. 15 miles away. 15 മൈലുകളോളം ദൂരെ. And 20 kilometers away. ഏകദേശം 20 കിലോമീറ്ററുകൾ ദൂരെ. You are able to see Dead Sea and Jerusalem, etc. Hebron and all. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഡെഡ് സീ, ജെറുസലേം ഹെബ്രോനെ കാണുവാനായിട്ട്. Moses just saw that. മോശ അത് മാത്രമേ കണ്ടുള്ളൂ. He died there. അവിടെ മരണപ്പെട്ടു. But I have a question with you. എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. These people didn't enter into the promised land. ഈ ജനം ഒരിക്കലും വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നുപോയില്ല. But why Moses? എന്നാ മോശ എന്തും കൊണ്ട് പോയില്ല? Do you know how many sins these people have committed? ഈ ജനം ചെയ്തിട്ടുള്ള പാപങ്ങൾ എത്രയാണോ എന്ന് നിങ്ങൾക്കറിയാവോ? Look at Numbers chapter 14. സംഖ്യാപുസ്തകം അതിന്റെ 14 അധ്യായം
Can you tell me how many sins they committed and why God didn't allow them to enter, because how many sins they committed? എത്ര പാപമാണ് ഈ ജനം ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? Look at 14 and verses 22. സംഖ്യാപുസ്തകം 14:22. Because all these men who have seen my glory and the signs which I did in Egypt and in the wilderness have put me to test now these 10 times and have not heeded my voice. എന്റെ തേജസ്സും മിസ്രൈമിലെ മരുഭൂമിയിൽ വെച്ച് താൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാകാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോടും ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. How many times? എത്ര പ്രാവശ്യം? 10 times. 10 പ്രാവശ്യം. But how many times did Moses? എത്ര പ്രാവശ്യം മോശ? Turn to Numbers chapter 20. സംഖ്യാപുസ്തകം അതിന്റെ 20-ാം അധ്യായം. The Lord says, ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, it's only one sin. ഒരേ ഒരു പാപം. Chapter 20 and verses 7 onwards. 20:7 മുതലുള്ള വാക്യങ്ങൾ. The Lord asked Moses, take the road and speak to the rock. അവിടെയായിട്ട് ദൈവം പറഞ്ഞത്, മോശയോട് വടിയെടുത്ത് നീ സംസാരിക്കാനാണ്, പാറയോട് സംസാരിക്കുക. Yeah, but what did he do? എന്നാൽ മോശ ചെയ്തത് എന്ത്? He took the road and smote the rock. എന്നാൽ അവിടെയായിട്ട് കാണുക, മോശ പാറയെ അടിച്ചു. And we read in verses 12, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, because of this, because you did not believe me to hallow my name in the eyes of the children of Israel, therefore you shall not bring this assembly into the land which I gave to them. നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. Moses have done only one thing. ഒറ്റ പാപം മാത്രമേ മോശ ചെയ്തുള്ളൂ. You know, when the people sin 10 times on one scale and Moses sin on the other scale, ഒരു തുലാഭാരത്തിലായിട്ട് ജനം 10 പാപങ്ങൾ ചെയ്തപ്പോൾ മോശ ഒരു പാപം മാത്രം ചെയ്തു. this was equal. അത് ദൈവമുമ്പാകെ അത് സമമായിരുന്നു. What is the reason? എന്തുകൊണ്ട്? The more you are privileged, the more you will be responsible before God. എത്രമാത്രം സാവകാശം നമുക്ക് ലഭിക്കുന്നു അത്രമാത്രം നാം ദൈവമുമ്പാകെ ഉത്തരവാദികളാണ്. You know, when you go to James chapter 3, യാക്കോബിന്റെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം verses 1, അതിന്റെ 1-ാമത്തെ വാക്യം, many of you should not become teachers. എല്ലാവരും ഉപദേഷ്ടാക്കളാകല്ല്. You know why? എന്തുകൊണ്ട്? They will have stricter judgment. കാരണം അവർക്ക് വളരെ കഠിനമായ ന്യായവിധി ഉണ്ടാവും. When I stand before you, I know it. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കതറിയാം. After preaching to you, after teaching to you, God will deal with me in a stricter way. നിങ്ങളോട് സംസാരിച്ച ശേഷം ദൈവം എന്നോട് വളരെ കഠിനമായിട്ടായിരിക്കും പെരുമാറുക. This is what James chapter 3 verse 1 ഇതാണ് says. യാക്കോബിന്റെ ലേഖനം നമ്മെ ബോധിപ്പിക്കുന്നത്. And when I was studying on a book of Leviticus, ലേവ്യ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, you know about the sin offering, പാപപരിഹാര പാപയാഗത്തിന് വേണ്ടി, look at Leviticus chapter 4. അതിന്റെ ലേവ്യ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം. When you come to Leviticus chapter 4, ലേവ്യ പുസ്തകം 4-ാം അധ്യായം, the full chapter is teaching about sin offering. പാപയാഗത്തിന്റെ കാര്യമാണ് ഈ ഒരു അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. Whatever I say, only you note it, otherwise we will not have time. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. The first, God says in verses 4, if an anointed priest sin, ദൈവത്താൽ അഭിഷേകപ്പെടുന്ന ഒരു വ്യക്തി പാപം ചെയ്യുകയാണെങ്കിൽ, verse 4, he should bring a bull. അവൻ ഒരു കാളയെ കൊണ്ടുവരണം. Now look at verse 22. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ, if a ruler has sinned or a prince has sinned, ഒരു പ്രമാണി പാപം ചെയ്യുകയാണെങ്കിൽ, verses 23, അതിന്റെ 23, he should bring a kid of a goat, a male. അവൻ ഒരു ആൺ കോലാടിനെ കൊണ്ടുവരണം. It should be male goat. അതൊരു ആണായിരിക്കണം. But look at verse 27. അതിന്റെ 27, if a common man ദേശത്തെ ജനത്തിൽ ഒരുവൻ പാപം ചെയ്താൽ, verses 28, അതിന്റെ 28, it should be a kid of a goat, a female. അവൻ ഊനമില്ലാത്ത ഒരു പെൺ കോലാടിനെ കൊണ്ടുവരണം.
Why this difference? എന്തുകൊണ്ടാണ് ഈ ഒരു വേർപാട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? You know, a common man, a female young goat. ഒരു സാധാരണക്കാരന് ഒരു പെൺകോലാടും, A prince is more than him, a ruler is more than him. അവനേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു പ്രമാണിയാണ്. He need a male kid of a goat's blood. അവിടെയായിട്ട് നമുക്ക് ഒരു ആൺകോലാടിനെ കൊണ്ടുവരണം. And a priest is more than him. അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു പുരോഹിതനാണെങ്കിൽ And he need a blood of a bull. അവിടെ അവനൊരു കാളയെ കൊണ്ടുവരണം. It teaches God is not viewing the sin of people in the same way. ദൈവം ഒരു വ്യക്തിയുടെ പാപം ഒരേ തരത്തിലല്ല കാണുന്നത്. Yes, keep it in mind. അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. A new believer, ഒരു പുതുതായ ഒരു വിശ്വാസി, his sin, if he commits something, അവനൊരു പാപം ചെയ്യുമ്പോൾ it is not the same way an old man, a matured believer is committing. എന്നാൽ വളരെ വൃദ്ധനായ ഒരു വിശ്വാസിയുടെ പാപത്തിന് തക്കവണ്ണമായിരിക്കത്തില്ല ദൈവം കണക്ക് ചോദിക്കുക. There is a difference. ചില വേർതിരിവുണ്ട്. That is the reason James chapter 3 1 says, യാക്കോബിന്റെ 3 ഈ കാര്യമാണ് don't be teachers, everyone don't be teachers. എല്ലാവർക്കും ഉപദേഷ്ടാവാകാനുള്ള അവകാശമില്ല. And there will be stricter judgment. അവർക്ക് കഠിനമായ ന്യായവിധി ഉണ്ടാവും. Many ways God will deal. പല രീതിയിലായിട്ട് ദൈവം നമ്മളോട് പ്രവർത്തിക്കും. We should not judge others, but we should judge ourselves. നാം ഒരിക്കലും നാം വേറെ ഒരുത്തരെ ന്യായവിധിക്കരുത്, എന്നാൽ നാം നമ്മെ തന്നെ ന്യായവിധിക്കണം. And sickness can come as judgment. ഒരു ന്യായവിധിയുടെ മൂലമായിട്ട് നമുക്ക് രോഗങ്ങൾ വരാം. You know, the joy of heart can go because of judgment. ആ ന്യായവിധി കാരണം നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടാം. Because of this, some of our close ones' death can take place. ആ കാരണത്താൽ നമ്മളുടെ വളരെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാം. Premature death also can happen to us. പ്രായം തികയാതെ തന്നെയുള്ള മരണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നടന്നു വരാം. God can deal in many different ways. പല രീതിയിലായിട്ട് ദൈവം നമ്മളോട് പെരുമാറാം. But he will deal only with the children of God. ദൈവമക്കളോട് മാത്രമേ ദൈവം ഇങ്ങനെ പെരുമാറുകയുള്ളൂ. Since we don't have any more judgment in the coming days, നമുക്കൊരു ന്യായവിധി ഇല്ലാത്തത് കൊണ്ട് that is going to have here. എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വേണ്ടി ഭവിക്കും. The Lord will deal with us in judgment here. എല്ലാ ന്യായവിധിയും നമുക്ക് ഈ ലോകത്ത് തന്നെ കിട്ടും. The Lord will not deal with sinners because for them a day of judgment is there. എന്നാൽ പാപികളോട് ദൈവം ഈ പ്രകാരം അല്ല ന്യായവിധിക്കുന്ന, അവർക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. That time they will be judged. ആ സമയത്ത് അവരെ വിധിക്കപ്പെടും. Now let us see that all what God wants is confess your sin. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം ആ കുറ്റങ്ങളൊക്കെയും ഏറ്റുപറയണം. There is a beautiful study in the Old Testament. ഒരു വളരെ മനോഹരമായ ഒരു പഠനം പഴയ നിയമത്തിലുണ്ട്. I don't have time to take, but I will tell you what it is. ഞാൻ അതിന്റെ ഒരു സാരം നിങ്ങളോട് പറഞ്ഞു തരാം. You know, you go to Numbers chapter 19. അത് സംഖ്യാപുസ്തകം അതിന്റെ 19-ാമത്തെ അധ്യായത്തിൽ. I used to take it as one class. അതൊരു വിഷയമായിട്ട് തന്നെ എടുക്കാറുണ്ട്. Some of the law that is given to Israelites. ചില നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. Here it is a law of purification. ഇവിടെയായിട്ട് ശുദ്ധീകരണത്തിന്റെ ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. If some of them has become impure, ചിലവർ അശുദ്ധരായി തീർന്നാൽ, and how to purify them? അവരെ എങ്ങനെ ശുദ്ധീകരിക്കണം? For them, God has asked to take a red heifer's ashes. അവിടെയായിട്ട് ഒരു ചുവന്ന പശുക്കിടാവിന്റെ ഭസ്മം എടുക്കണമെന്നാണ് പറയുന്നത്. And beautiful means beautiful things are told here. അത് വളരെ മനോഹരമായുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. It is not kept in the temple. ഇത് ഒരിക്കലും ദേവാലയത്തിലല്ല വെക്കുന്നത്. And you read in verses 9. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, this ashes should be stirred outside the camp. ഈ ഭസ്മം പാളയത്തിന് പുറത്താണ് ഇതിനെ കലക്കേണ്ടത്. Because if somebody sin, he will be outside the camp. ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ പാളയത്തിന്റെ പുറത്താണ്. And you know, beside him already there that ashes. അവന്റെ തൊട്ട് അടുത്ത് തന്നെ ആ ഭസ്മമുണ്ട്. And who is going to purify him? അവനെ ആരാണ് ശുദ്ധീകരിക്കുന്നത്? Anyone who is pure can do, no need of priest. ഏതു ശുദ്ധനും അത് ചെയ്യാം, അതിനുവേണ്ടി ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. But I want to point out one thing. എന്നാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ്, you know, the person who is pure should take this ashes. ഒരു വിശുദ്ധനായ ഒരു വ്യക്തി ഈ ഭസ്മം എടുക്കേണ്ടിയിരിക്കുന്നു. And on the 2 days he has to apply it to this man.
ആ 2 ദിവസം ഈ വ്യക്തിയിൽ മേൽ ആ ഭസ്മം പൂശേണ്ടിയിരിക്കുന്നു. Look at verses 12. അതിന്റെ 12-ാമത്തെ He shall വാക്യം. purify himself with the water on the third day and on the seventh day. 7-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും അവൻ ആ വ്യക്തിയെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. You know, take a running water, ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം കയ്യിലേക്ക് എടുക്കുക. put this ashes. ഈ ഭസ്മം അതിന്റെ അകത്തിലേക്ക് കലർത്തണം. It should be mixed in the water. അത് നല്ലോണം കലർത്തിയിരിക്കണം. And purify, sprinkle on him on the third day and on the seventh. 3-ാം ദിവസം 7-ാം ദിവസം അത് അവന്റെ മേൽ തളിക്കേണ്ടിയിരിക്കുന്നു. But I want to emphasize that second part of verses 12. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് But പറയുവാനായിട്ട് if he does not purify himself on the third day, on the seventh day he will not be clean. 3-ാമത്തെ ദിവസം അവൻ ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ 7-ാമത്തെ ദിവസം അവൻ ശുദ്ധീകരിക്കത്തില്ല. Noted? You go to Genesis chapter 42. Don't go there. You can note it and read it in home. ഉൽപ്പത്തി 42. Yeah, 42. ഉൽപ്പത്തി 42 നിങ്ങൾ ഭവനത്തിലേക്ക് പോയി അത് വായിക്കണം. Joseph is on the second person in Egypt. Joseph. യോസേഫ് മിസ്രൈമിലെ 2-ാമത്തെ ഒരു വ്യക്തിയാണ്. His brothers came for food there. അവന്റെ സഹോദരൻ ഭക്ഷണത്തിനായിട്ട് അവന്റെ മുന്നിൽ വന്നു. Joseph understood them. യോസേഫിന് തന്റെ സഹോദരനെ മനസ്സിലായി. But they didn't understand Joseph. എന്നാൽ സഹോദരന്മാർക്ക് ഒരിക്കലും യോസേഫിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. Joseph asked them, "Who are you?" യോസേഫ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ആരാകുന്നു? We are innocent. That is a word they told. We are innocent. അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റമില്ലാത്തവരാണ്. We are all the children of one father. ഞങ്ങൾ ഒരേ അപ്പന്റെ മക്കളാണ്. They are speaking to the one whom they sold. അവർ വിറ്റ ഒരുത്തനോടാണ് അവർ സംസാരിക്കുന്നത്. He was inside in the pit. He was crying. At that time, these brothers were eating bread, sitting on the bank of that pit. എന്നാൽ ഇവിടെ അടുത്ത യോസേഫ് ആ കുഴിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞപ്പോൾ തന്റെ സഹോദരന്മാർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. They were such cruel-minded people. അവരെത്രമാത്രം ക്രൂവലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Now before him, they are telling, we are innocent. എന്നിട്ട് അവന്റെ മുന്നിൽ വന്നിട്ട് ഈ സഹോദരന്മാർ പറയുകയാണ്, ഞങ്ങൾക്ക് കുറ്റമില്ലാത്തവരാണ്. Joseph put them in the jail. യോസേഫ് അവരെ തടവിലേക്ക് ആക്കുന്നു. Read there. There it is written, on the third day. അതിന്റെ 3-ാമത്തെ ദിവസം they are speaking one another. അവർ തമ്മിൽ സംസാരിച്ചു. This is the blood of our brother. അവർ തമ്മിൽ സംസാരിച്ചു, ഇത് ഞങ്ങളുടെ സഹോദരന്റെ ചോരയാകുന്നു. That is the third day. അത് 3-ാമത്തെ ദിവസമാണ്. Then Joseph revealed. അപ്പോഴാണ് തന്നെ യോസേഫ് കാണിക്കുന്നത്. If you don't purify on the third day, 3-ാമത്തെ ദിവസം നീ ശുദ്ധനാകുന്നില്ല എങ്കിൽ, if you don't purify on the third day, നിങ്ങൾ ശുദ്ധരാക്കുന്നില്ല എങ്കിൽ, third day, 3-ാമത്തെ ദിവസം you will not be purified on the seventh. എന്നാൽ 7-ാമത്തെ ദിവസം നിങ്ങൾ ശുദ്ധരാകുകയില്ല. If you don't confess, നിങ്ങൾ ഏറ്റുപറയുന്നു ഇല്ല എങ്കിൽ, you will not have cleansing. നിങ്ങൾക്കൊരു ശുദ്ധീകരണം ഉണ്ടാകുകയില്ല. If you confess your sin, then you will be cleansed. നിങ്ങൾ നിങ്ങളുടെ കുറ്റം ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. Israel had to come to that third day experience. ഇസ്രായേലിന് 3-ാമത്തെ ദിവസത്തെ അനുഭവത്തിലേക്ക് വരേണ്ടി വന്നു. Then only the Lord will reveal himself. അപ്പോഴാണ് ദൈവം തന്നെ കാണിക്കുന്നത്. They will look to whom they have pierced only on the third day. That is the tribulation time. ആരെ അവർ ദ്രോഹിച്ചു എന്നുള്ളത് അവർ 3-ാമത്തെ ദിവസമാണ് നോക്കുന്നത്. That will happen in the third day, that is the tribulation time. മഹാപീഡകാലത്തിന്റെ 3-ാമത്തെ ദിവസമാണ് ഇത് നടക്കുന്നത്. At that time, ആ സമയത്ത് the Lord will reveal himself. അപ്പോഴാണ് ദൈവം തന്നെ കാണിക്കുന്നത്. Brothers and sisters, what a wonderful truth here. എത്ര വലിയ സത്യമാണിത്. You have to have a short account with God. Every day evening, think about anything has gone wrong in the morning, confess it to the Lord. നാം ചെറിയ കണക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ തെറ്റ് നടന്നിട്ടുണ്ടോ? Let me tell you an illustration. ഒരു ചെറിയൊരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങളോട് പറയാം. A boys' camp was going on. ഒരു ബോയ്സ് ക്യാമ്പ് നടക്കുകയായിരുന്നു. In the morning, boys, when they went to the pipe, there is no water. രാവിലെ ആൺകുട്ടികളൊക്കെയും ചെന്നപ്പോൾ അവിടെ വെള്ളം കണ്ടില്ല. They went to the warden. അവരുടെ വാർഡനിലോട് അടുത്തേക്ക് പോയി. He called the plumber. ആ വാർഡൻ ഒരു പ്ലംബറിനെ കൊണ്ടുവന്നു. The plumber immediately went to a place where there is a filter.
അവിടെ ആ പ്ലംബർ ഒരു ഫിൽട്ടർ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി. The water filters and then it comes through the pipe. ആ വെള്ളമൊക്കെയും ആ ഫിൽറ്ററിനകത്ത് ശുദ്ധീകരിക്കപ്പെട്ട ശേഷമാണ് വരുന്നത്. When you opened that filter, ആ ഫിൽറ്റർ നിങ്ങൾ തുറക്കുമ്പോൾ there was 5 frogs clogged inside. അവിടെയായിട്ട് 5 തവളകൾ തമ്മിലായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. No, they were clogged. ഞെരുങ്ങിയിരിക്കുന്ന 5 തവളകളെ And water is not flowing. അതുകൊണ്ട് വെള്ളം അവിടെ നിന്ന് പോകുവാനായിട്ട് കഴിയുന്നില്ല. How did this frog enter into this pipe? ഈ തവള എങ്ങനെയാണ് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കടന്നത്? They entered into this pipe as tadpoles. വാൽമാക്രിയെ പോലെ ആയിരുന്നു അവർ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. They cannot go forward that filter. They were eating all the dirt and they became frogs now. അവര് ആ പൈപ്പിലുള്ള എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും കഴിച്ച് അവർ വളരെ വലിയ തവളകളായിട്ട് തീർന്നു. No water is flowing. അതുകൊണ്ട് ആ വെള്ളത്തിന് ഒരിക്കലും അതിലേക്കൂടെ കടന്നു പോകാനായിട്ട് കഴിയുകയില്ല. The Lord didn't want tadpoles in our life. ദൈവത്തിന് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിലേക്ക് ചില വാൽമാക്രികൾ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. We need to confess. നാം ഏറ്റുപറയേണ്ട ആവശ്യമില്ല. Otherwise it will clog us. അല്ലെങ്കിൽ അത് അവിടെ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. No blessing will flow through us. ഒരു അനുഗ്രഹവും കടന്നു വരാത്ത ഒരു രീതിയിലായിട്ട് അടഞ്ഞു പോകും. May the Lord help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. And we have only a few more minutes. I will give an idea and then I am closing. ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങളോട് പറഞ്ഞ് ഞാൻ We will try to look into it tomorrow. നാം ഇതിന്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ നാം നാളെ ചിന്തിക്കും. You know, we don't have a judgment as a sinner. നാം പാപിയായിട്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഒരു 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 ന്യായവിധിയില്ല. No, as a sinner we don't have any more judgment. ഒരു പാപി എന്ന നിലയിൽ നമുക്കൊരു ന്യായവിധിയില്ല. That's gone. That the Lord has borne our judgment. കാരണം ദൈവം നമ്മളുടെ ന്യായവിധി എടുത്തു കളഞ്ഞു. But a present judgment is going on in our life. ഒരു ന്യായവിധി നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ട് പോവുകയാണ്. That is chastisement. അത് നമ്മളുടെ ജീവിതത്തിലായിട്ട് ബാലശിക്ഷയായിട്ട് നമുക്ക് കിട്ടും. And as I have told you, when you justify yourself, that is the time the Lord is going to deal with us. നാം നമ്മെ തന്നെ നീതീകരിക്കുമ്പോൾ ദൈവം നമ്മളോട് പെരുമാറും. But in the future, എന്നാൽ മുൻകാലങ്ങളിൽ, now future, ഭാവിയിൽ we are going to be judged as a servant. എന്നാൽ നാം ദാസർ എന്ന രീതിയിൽ നാം നീതീകരിക്കപ്പെടും. You know, whatever we do with this body, നാം ഈ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, that's what we read in 2 Corinthians 5:10. 2 കൊരിന്ത്യർ 5:10 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. We must all appear before the judgment seat of Christ. Each one may receive the things done in the body according to what he has done, whether good or bad. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതായാലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. I think this is one of the most misunderstood passage. ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാസേജ് ആണ്. We will clarify it tomorrow. നാം അതിനെക്കുറിച്ച് നാളെ ചിന്തിക്കാം. I will close it here. ഞാൻ ഇവിടെ അവസാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. May the Lord speak to us. നിങ്ങളോട് ദൈവം സംസാരിക്കുമാറാകട്ടെ. Judgment is sure. ന്യായവിധി ശരിക്കും നടക്കും, നിശ്ചയമായിട്ടും നടക്കും. We saw God's appointment in relation to judgments. ദൈവം നിശ്ചയിച്ച സമയം നാം കാണുകയുണ്ടായി. And it is because of so sure he has appointed certain things in relation to the judgments. ആ ന്യായവിധിയോട് അനുബന്ധിച്ച് അനേകം കാര്യം താൻ നിശ്ചയിച്ചിട്ടുണ്ട്. Let us be very careful in life. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മയോടെ നമുക്ക് ജീവിക്കാം. May the Lord help us. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. You have any doubts you can ask. Tomorrow I will clarify the third one. ഏത് സംശയമുണ്ടെങ്കിലും എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. May the Lord bless you. ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. Thank you.